S5 ഇലക്ട്രിക്കലിൻ്റെ സിഗ്നൽസിൻ്റെ മൊഡ്യൂൾ 1ൻ്റെ തിയറിയാണ്. ഫസ്റ്റ് നമ്മുടെ സിസ്റ്റം നമ്മൾ ഓൾറെഡി പ്രോബ്ലം ചെയ്തപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന സിഗ്നലിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫിസിക്കൽ ഡിവൈസിനെയാണ് സിസ്റ്റം എന്ന് വിളിക്കുക. നമ്മൾ എക്സാമ്പിളായിട്ട് ആംപ്ലിഫയർ കൺസിഡർ ചെയ്യാം. എല്ലാം പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. പിന്നെ ഉള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് സിസ്റ്റംസ് ആണ്. 5 പ്രോപ്പർട്ടി: സ്റ്റാറ്റിക്, ഡൈനാമിക്, കോസൽ, നോൺ കോസൽ, ടൈം വേരിയൻ, ഇൻവേരിയൻ, ലീനിയർ, നോൺ ലീനിയർ, സ്റ്റേബിൾ, അൺസ്റ്റേബിൾ. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിലി നോട്ടിൽ പ്രോബ്ലം അടക്കം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് എഴുതിയേക്കുന്നത്. അത് ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇതിലാകെ നമ്മൾ ചെയ്യാത്തൊരു സാധനമാണ് ഇൻവെർട്ടബിൾ ഓർ ഇൻവേഴ്സ് സിസ്റ്റം. അത് തിയറി ആയിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. y(t) = 10x(t) നമ്മൾ ഇൻപുട്ട് കൊടുത്തു. അപ്പോൾ അതിന് 10 ആണ് ഇൻപുട്ട് ചെയ്തേക്കണം. ഇനി അതിൻ്റെ ഇൻവേഴ്സ് എടുക്കണം, 1/10 എടുക്കണം. അപ്പോൾ കൊടുത്ത 10 തന്നെ അല്ലല്ലോ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടിയേക്കണത്. അപ്പോൾ അത് കിട്ടാത്തതുകൊണ്ട് നമുക്ക് അതിനെ ഇൻവെർട്ടബിൾ എന്ന് വിളിക്കാം. പിന്നെ എക്സാമ്പിളായിട്ട് നമ്മൾ x²(t) ഫംഗ്ഷൻ കൊടുത്തു. അപ്പോൾ ആദ്യം സ്ക്വയർ എടുത്തു, അതിൻ്റെ ഇൻവേഴ്സായിട്ട് റൂട്ട് എടുത്തു. അപ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുത്ത സിഗ്നൽ x(t) ആണ്, ഔട്ട്പുട്ട് കിട്ടിയത് x(t) തന്നെയാണ്. അപ്പോൾ നമുക്കത് സെയിം കിട്ടിയതുകൊണ്ട് നമ്മളിതിനെ ഇൻവേഴ്സ് സിസ്റ്റം എന്ന് വിളിക്കാം. ഇത് മാത്രമാണ് നമ്മൾ പ്രോബ്ലത്തിൽ ചെയ്യാണ്ട് വിട്ടിട്ടുള്ളൂ. പക്ഷെ അത് നിങ്ങൾക്ക് തിയറി ആയിട്ട് ചോദിക്കാറ് ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷേ സിലബസിലുണ്ട്, അറിയാൻ വേണ്ടി എഴുതിയതാണ്. പിന്നെ നമ്മൾ ചെയ്ത പ്രോബ്ലമായ എനർജി സിഗ്നലും പവർ സിഗ്നലും ഉണ്ട്. അതിൻ്റെയൊക്കെ ഡിഫറൻസ് ആണ്. നിങ്ങൾ അതിലൊരു 5 പോയിൻറ്റ്സ് വെച്ച് പഠിക്കുക. 3 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ഡിറ്റർമിനിസ്റ്റിക് ആൻഡ് റാൻഡം സിഗ്നൽസ് ആണ് പിന്നെ എഴുതിയേക്കുന്നത്. അത് ഡീറ്റെയിൽ നമുക്ക് ഇതിൻ്റെ അടിയിൽ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് നോൺ ലീനിയർ സിസ്റ്റമാണ്. നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യണവരാണ് ലീനിയർ, അത് ഫോളോ ചെയ്യാത്തതാണ് നോൺ ലീനിയർ. ഇത് 5 മാർക്കിന് 3 മാർക്കിന് സ്ഥിരം തിയറിയായിട്ട് ചോദിക്കാനാണ്. അതിൻ്റെ പ്രോപ്പർട്ടീസാണ് ചോദിക്കാറ്. നിങ്ങളതിലൊരു 4-5 പ്രോപ്പർട്ടി എന്തായാലും പഠിക്കണം. ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഫ്രീക്വൻസി ആംപ്ലിറ്റ്യൂഡ് ഡിപ്പെൻഡൻസ്. നമ്മളൊരു എക്സാമ്പിളായിട്ട് ഒരു മെക്കാനിക്കൽ സിസ്റ്റം എടുത്തു. മെക്കാനിക്കൽ സിസ്റ്റത്തിൻ്റെ കമ്പോണൻസ് ആണ് മാസും സ്പ്രിങ്ങും ഡാമ്പറും. അതിൽ കെയുടെ വാല്യൂ മാത്രം നമുക്ക് പോസിറ്റീവോ നെഗറ്റീവോ വേരിയേഷൻ വരാം. അങ്ങനെ കെയുടെ വാല്യൂ പോസിറ്റീവായിട്ട് വരുവാണെങ്കിൽ അതിനെ ഹാർഡ് സ്പ്രിംഗ് എന്നും, നെഗറ്റീവായിട്ട് വരുവാണെങ്കിൽ അതിനെ സോഫ്റ്റ് സ്പ്രിംഗ് എന്നാണ് വിളിക്കുക. രണ്ടാമത്തെ പ്രോപ്പർട്ടി ജമ്പ് റെസൊണൻസ് ആണ്. ഫ്രീക്വൻസി വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്ത് ആംപ്ലിറ്റ്യൂഡ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണതിനാണ് ജമ്പ് റെസൊണൻസ് വിളിക്കുക. അത് ഇൻക്രീസിലും ആവാം ഡിക്രീസിലും ആവാം. അതാണ് ജമ്പ് റെസൊണൻസ്. നമ്മൾ 2 ഫിഗർ വരച്ചിട്ടുണ്ട്. ഒന്ന് ഇൻക്രീസിൻ്റെയും ഒന്ന് ഡിക്രീസിൻ്റെയും. ഒന്ന് ഹാർഡ് സ്പ്രിങ്ങിൻ്റെയും മറ്റേത് സോഫ്റ്റ് സ്പ്രിങ്ങിൻ്റെയാണ്. പിന്നുള്ള ലിമിറ്റ് സൈക്കിളാണ്. ഓസിലേഷൻസ് വിത്ത് ഫിക്സഡ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി സെറ്റ് ഓഫ് ഓസിലേഷൻസിനെയാണ് നമ്മൾ ലിമിറ്റ് സൈക്കിൾസ് എന്ന് വിളിക്കുക. അതിൽ ഫ്രീക്വൻസി എൻട്രൈൻമെൻറ്റും അസിൻക്രണസ് കൊഞ്ചിങ്ങും ഉണ്ട്. ഫ്രീക്വൻസി എൻട്രൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ലിമിറ്റ് സൈക്കിൾ ഒക്കർ ചെയ്യുന്ന ഫ്രീക്വൻസിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എൻട്രൈൻമെൻറ്റ് എന്ന് വിളിക്കുക. അത് കളയാൻ വേണ്ടി അഥവാ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഫ്രീക്വൻസിനെയാണ് അസിൻക്രണസ് കൊഞ്ചിങ് എന്ന് വിളിക്കുക. ഇതെല്ലാം പ്രോപ്പർട്ടീസ് ഓഫ് നോൺ ലീനിയർ ആണ്. ഇതിൽ നിങ്ങളൊരു 4-5 പോയിൻറ്റ്സ് എന്തായാലും പഠിച്ചിരിക്കണം. പിന്നെ ടൈപ്സ് ഓഫ് നോൺ ലീനിയർ സിസ്റ്റംസ് ഉണ്ട്. സാച്ചുറേഷൻ, ഡെഡ് സോൺ. സാച്ചുറേഷൻ നമ്മൾ ഇൻപുട്ട് ഒരു പർട്ടിക്കുലർ വാല്യൂ വരെ ഇൻപുട്ട് കൊടുക്കുന്നതനുസരിച്ച് ഔട്ട്പുട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഇൻപുട്ട് ഒരു പരിധി കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്പുട്ട് എല്ലാം സെയിം തന്നെയായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ കിട്ടത്തുള്ളൂ. അതിനാണ് സാച്ചുറേഷൻ വിളിക്കുന്നത്. നമുക്ക് ആ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ, ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെ ഔട്ട്പുട്ടും ലീനിയർലി കൂടി വരുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിയുമ്പോൾ ഇൻപുട്ട് എന്ത് കൊടുത്താലും ഔട്ട്പുട്ട് കോൺസ്റ്റൻ്റ് തന്നെയാണ് കിട്ടുക. ഫിഗർ ഓർത്ത് വെച്ചാൽ മതി. ഫിഗർ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് കഥ എഴുതാൻ എളുപ്പമായിരിക്കും. രണ്ടാമത്തെ ഡെഡ് സോൺ ആണ്. സ്മോൾ ഇൻപുട്ടിലൊന്നും നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാവില്ല. അപ്പോൾ അത്രയൊക്കെ സ്ഥലത്തേക്ക് 0 ആയിരിക്കും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡെഡ് സോൺ എന്ന് വിളിക്കുക. പിന്നെ ഉണ്ടാവുന്ന ഒരു ആപ്ലിക്കേഷൻ ലെവലുള്ള സാധനമാണ് ഫ്രിക്ഷൻ. നമ്മുടെ മൂവിങ് സർഫസസിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന പ്രോപ്പർട്ടി ഇൻപുട്ട് ഔട്ട്പുട്ട് വേരിയേഷനെയാണ് നമ്മൾ ഫ്രിക്ഷൻ എന്ന് വിളിക്കുക. പിന്നെ ഉള്ളത് ബാക്ക്ലാഷാണ്. ബാക്ക്ലാഷ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ടീത്ത് ഡ്രൈവ് ആൻഡ് ഡ്രിവൺ ഗിയറിൻ്റെയും ടീത്ത് ഗിയറിൻ്റെ ഇടയിലുള്ള ആ ഗ്യാപ്പിനെയാണ് ബാക്ക്ലാഷ് എന്ന് വിളിക്കുക. നമ്മൾ ആ ഫിഗറിൽ വ്യക്തമായിട്ട് വരച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സ്പ്രിംഗ് നോൺ ലീനിയറിറ്റി ആണ്. നമ്മൾ അത് ഓൾറെഡി തുടക്കം പറഞ്ഞത് തന്നെയാണ്. ഹാർഡ് സ്പ്രിംഗ്, സോഫ്റ്റ് സ്പ്രിംഗ്. K=0 ആകുമ്പോൾ അത് ലീനിയർ സ്പ്രിംഗ് എന്ന് അറിയപ്പെടും. പിന്നെയുള്ള തിയറി റാൻഡം സിഗ്നൽസ് ആൻഡ് റാൻഡം പ്രോസസ്സാണ്. അതാണ് നമ്മൾ തുടക്കം എഴുതിയിരുന്നത്. ഒന്ന് ഡിറ്റർമിനിസ്റ്റിക്കും മറ്റേത് റാൻഡമാണ്. നമ്മൾ എല്ലാ പോയിന്റിലും മാത്തമാറ്റിക്കൽ വാല്യൂ കാണാൻ പറ്റുന്ന സാധനങ്ങളാണ് ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ എന്ന് വിളിക്കുക. എക്സാമ്പിളായിട്ട് നമുക്ക് സൈനും കോസോ കൺസിഡർ ചെയ്യാം. റാൻഡം സിഗ്നൽ എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കലി വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തില്ല. എക്സാമ്പിൾ നമ്മുടെ നോയ്സ്. എല്ലാ എറേഴ്സിനെയാണ് നമ്മൾ നോയ്സ് എന്ന് വിളിക്കുക. പിന്നെയുള്ള റാൻഡം പ്രോസസ്സാണ്. ഒരു സിഗ്നൽ മെഷർമെൻറ്റ് എല്ലാ പോസിബിൾ ഔട്ട്പുട്ടിൻ്റെ ഫാമിലിനെയാണ് നമ്മൾ റാൻഡം പ്രോസസ്സ് എന്ന് വിളിക്കുക. 2 ടൈപ്പുണ്ട്. കണ്ടിന്യൂസും ഉണ്ട്, ഡിസ്ക്രീറ്റും ഉണ്ട്. ഓക്കെ, കണ്ടിന്യൂസിൽ ആംപ്ലിറ്റ്യൂഡ് നമ്മുടെ ടൈമും കണ്ടിന്യൂസ് ആയിരിക്കും. ഡിസ്ക്രീറ്റ് ആകുമ്പോഴത്തേക്കും ടൈം ഡിസ്ക്രീറ്റ് ആയിരിക്കും, ആംപ്ലിറ്റ്യൂഡ് കണ്ടിന്യൂസ് ആയിരിക്കും. അതിൻ്റെ 4 ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്നാമത്തെയാണ് നമ്മൾ കണ്ടിന്യൂസ് റാൻഡം പ്രോസസ്സ്. രണ്ടാമത്തത് കണ്ടിന്യൂസ് റാൻഡം സീക്വൻസ്. അതുപോലെ ഡിസ്ക്രീറ്റ് റാൻഡം പ്രോസസ്സും ഉണ്ട്, ഡിസ്ക്രീറ്റ് റാൻഡം സീക്വൻസും ഉണ്ട്. ഡിസ്ക്രീറ്റ് റാൻഡം പ്രോസസ്സിൽ ടൈം കണ്ടിന്യൂസ് ആയിരിക്കും, ആംപ്ലിറ്റ്യൂഡ് ഡിസ്ക്രീറ്റ് ആയിരിക്കും. ഡിസ്ക്രീറ്റ് റാൻഡം സീക്വൻസിൽ ടൈം ഡിസ്ക്രീറ്റും ആയിരിക്കും, ആംപ്ലിറ്റ്യൂഡ് ഡിസ്ക്രീറ്റ് ആയിരിക്കും. ഇത്രയുമാണ് നിങ്ങൾക്ക് മൊഡ്യൂൾ 1 തിയറി ആയിട്ട് പഠിക്കാനുള്ളത്. അല്ലെ നോൺ ലീനിയർ സിസ്റ്റങ്ങളുടെ തിയറി ആയിരിക്കും എക്സാമിന് കൂടുതൽ ചോദിക്കുക. ബാക്കി കമ്പാരിസണും സിസ്റ്റത്തിൻ്റെ നമ്മൾ ഓൾറെഡി പ്രോബ്ലത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കഥ എഴുതിയെന്നുള്ളൂ. പക്ഷേ ഇതായിരിക്കും എക്സാമിന് എപ്പോഴും ചോദിക്കുക കേട്ടോ.